രേഷ്മാസ് കിച്ചണിലോട്ട് എവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കായ ക്യാബേജ് വടയാണ്. അതെങ്ങനെ എളുപ്പത്തിൽ നല്ല രുചികരമായ രീതിയിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയും നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം വട ഉണ്ടാക്കാൻ ഈ ഒരു പരുവത്തിലാണ് ആവശ്യമുള്ളത്. ഇതിനനുസരിച്ചിട്ടുള്ള വെള്ളമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒരു സ്പൂണിലാക്കിയിട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. സൈഡെല്ലാം നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അങ്ങനെ എല്ലാം മറിച്ചതിന് ശേഷം ഏകദേശം ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് എടുക്കാം. 2 സൈഡും ഏകദേശം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സും കൂടിയും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്